നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വേതന വർധന അടക്കം ആവശ്യപ്പെട്ട് ആശാവർക്കർമാരുടെ പ്രതിഷേധം. കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ പിച്ചതണ്ടി സമരം. ശുചിത്വത്തിനും മാലിന്യ പരിപാലനത്തിനും പ്രാധാന്യം നൽകി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുകുഴി അവതരിപ്പിച്ച് 57 കോടി രൂപയുടെ ബജറ്റ്. ഭവന നിർമ്മാണത്തിനും മുൻഗണന. ബസ് യാത്രക്കാരുടെ പണം കവരുന്ന തമിഴ് മോഷണ സംഘം കാഞ്ഞിരപ്പള്ളിയിൽ പിടിയിലായത് സേലം സ്വദേശികളായ 2 സ്ത്രീകൾ. കൈക്കൂലി. മണിമല വെള്ളാവൂർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. 5000 രൂപയുമായി പിടിയിലായത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അജിത്ത്. പണം ആവശ്യപ്പെട്ടത് സ്ഥലം പോക്കുവരവ് ചെയ്യുന്നതിനായി. വാർത്തകൾ വിശദമായി. വേതന വർധന അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. തുടർന്ന് പ്രവർത്തകർ പിച്ചതേണ്ടി. ശമ്പളം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ തുക അനുവദിക്കുക, ഓണറേറിയം കുടിശ്ശിക ഉടൻ നൽകുക, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് ആശാവർക്കേഴ്സ് കോൺഗ്രസ് INTUC കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 1000 രൂപയാണ് ഓണറേറിയമായി ഇന്ന് ഗവൺമെന്റ് നൽകുന്നത്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, INTUCക്ക് ആവശ്യപ്പെടാനുള്ളത് 21,000 രൂപ മാസവേതനമായി ലഭിക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു തീരുമാനമുണ്ടാക്കണം എന്നുള്ളതാണ് ഈ സമരത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഈ സഹോദരിമാർക്ക് ജീവിക്കണം, അവരുടെ കുടുംബം പുലർത്തണം, അവരുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ തല ഉയർത്തി നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതല്ലെങ്കിൽ കേരളത്തിൽ 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ അടിവേര് കളയത്തക്ക വിധത്തിലുള്ള സമരത്തിലേക്ക് കേരളത്തിലെ ആശാ വർക്കേഴ്സ് മാറും. അതിന് INTUCയുടെ പൂർണ്ണമായ പിന്തുണയും ഇവിടെ ഞങ്ങൾ നൽകുകയാണ്. ഈ സമരം INTUC ഏറ്റെടുക്കുന്നു. ഈ സഹോദരിമാർക്ക് വേണ്ടി ശക്തമായ സമരങ്ങളുമായി കേരളത്തിൽ INTUC വരുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. തുടർന്ന് പ്രവർത്തകർ പിച്ചതേണ്ടി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജയശ്രീ പ്രഹ്ലാദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടിജോ, INTUC സംസ്ഥാന ഭാരവാഹികളായ അനിയൻ മാത്യു, സാബു പുതുപ്പറമ്പിൽ, PV പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി സണ്ണി കാഞ്ഞിരം, ആശാവർക്കേഴ്സ് ജില്ലാ ഭാരവാഹികളായ രാജശ്രീ വേണുഗോപാൽ, ഷീന കല്ലന്തറ, രമാദേവി മനോഹരൻ, ഷൈനി തോമസ്, ഷീജ, സിനി സലി, ജമീല പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി പൊൻകുന്നം ടൗൺ ചുറ്റി പന്തംകൊളുത്തി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സച്ചിൻ പുളിക്കന്റെ അധ്യക്ഷതയിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PC ത്രേസ്യാമ്മ നല്ലേപ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന്, സനോജ് പനക്കൽ, അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, ജയകുമാർ കുറിഞ്ഞിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വത്തിനും മാലിന്യ പരിപാലനത്തിനും പ്രാധാന്യം നൽകി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനും ഊന്നൽ നൽകിയ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുകുഴി അവതരിപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ശുചിത്വ മാലിന്യ പരിപാലനത്തിനും പ്രാധാന്യം നൽകി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 57,14,31,521 രൂപ വരവും 57,09,31,521 രൂപ ചെലവും 5 ലക്ഷം രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുകുഴി അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയിൽ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡിയായി 10 ലക്ഷം രൂപയും കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണത്തിന് 20 ലക്ഷം രൂപയും ബജറ്റിൽ മാറ്റിവെച്ചു. ഭവന നിർമ്മാണത്തിന് ആകെ 4,56,90,000 രൂപയും ആരോഗ്യ മേഖലയിൽ മുണ്ടക്കയം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും കൂട്ടിക്കൽ എരുമേലി CHCകളിലേക്കും മരുന്ന് വാങ്ങുന്നതിന് 60 ലക്ഷം രൂപയും വകയിരുത്തി. കാഞ്ഞിരപ്പള്ളി വട്ടകപ്പാറ കുടിവെള്ള പദ്ധതിക്ക് 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ശുചിത്വ മാലിന്യ പരിപാലനത്തിന് ബജറ്റ് ഏറെ പ്രാധാന്യം നൽകുന്നു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്
പഞ്ചായത്ത് ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ 1,17,00,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. വനിതകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾ, കലാ, സാംസ്കാരിക, യുവജനക്ഷേമം എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകുന്നു. ഉൽപാദന മേഖല കഴിഞ്ഞ 4 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൽപാദന മേഖലയ്ക്ക് നൽകിയ സവിശേഷമായ പ്രാധാന്യം ഈ സാമ്പത്തിക വർഷം നൽകുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും വനിതകൾക്കും വയോജനങ്ങൾക്കും കൈത്താങ്ങ് നൽകുന്ന ഒട്ടനവധി പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതി സാധിച്ചു. ഈ സാമ്പത്തിക വർഷവും ഉൽപാദന മേഖലയിൽ 1,38,16,667 രൂപ വകയിരുത്തുന്നു. വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം ചെയ്യുന്നതിനാവശ്യമായ തൊഴിൽ പരിചയം ലഭിക്കുന്നതിന് വനിതാ ഘടക പദ്ധതിയിൽപ്പെടുത്തി 5 ലക്ഷം രൂപയും നൈപുണ്യ വികസന പരിശീലനത്തിനായി വകയിരുത്തുന്നു. ഭിന്നശേഷി കുട്ടികളുടെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി 7,50,000 രൂപ വകയിരുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, അംഗങ്ങളായ മാഗി ജോസഫ്, ജൂബി അഷ്റഫ്, ഡാനി ജോസ്, അനു ഷിജു, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് തുടങ്ങിയവരും ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ബസ് യാത്രക്കാരുടെ പണം കവരുന്ന തമിഴ് മോഷണ സംഘത്തെ പോലീസ് കൈയോടെ പിടികൂടി. മോഷണ സംഘം കോട്ടയം ജില്ലയിൽ എത്തിയിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് പാലാ ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് 2 സ്ത്രീകളെ കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിൽ നിന്നും പിടികൂടിയത്. യാത്രക്കാരിയിൽ നിന്നും പേഴ്സ് കവരുന്നതിനിടെ നാടോടി സ്ത്രീകൾ പോലീസിന്റെ പിടിയിലായി. സേലം സ്വദേശികളായ കാളിയമ്മ, സരസ്വതി എന്നിവരെയാണ് പാലാ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് മോഷണത്തിനിടെ പിടികൂടിയത്. ആനക്കല്ലിൽ വെച്ചാണ് 2 സ്ത്രീകളെയും പിടിച്ചത്. ഈരാറ്റുപേട്ടയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള ബസ്സിൽ കയറിയ നാടോടി സ്ത്രീകളെ സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതേ ബസ്സിൽ പിന്തുടരുകയായിരുന്നു. ഇതിനിടെ ആനക്കല്ലിൽ വെച്ച് ബസ്സിൽ നിന്നിറങ്ങിയ യാത്രക്കാരിയുടെ പേഴ്സ് നാടോടി സ്ത്രീകൾ കവരുന്നത് പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഇരുവരെയും കൈയോടെ പിടികൂടി. ഇതിനിടെ മോഷ്ടിച്ച പേഴ്സ് ഉപേക്ഷിക്കാനുള്ള ശ്രമവും ഇവർ നടത്തി. തുടർന്ന് കാഞ്ഞിരപ്പള്ളി പോലീസിനെ വിളിച്ചു വരുത്തി ഇവർക്ക് മോഷ്ടാക്കളെ കൈമാറി. മോഷണക്കുറ്റം ആദ്യം സമ്മതിക്കാതിരുന്ന നാടോടി സ്ത്രീകൾ സേലത്തു നിന്നും വസ്ത്രം വാങ്ങാനെത്തിയതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഇവർ മറ്റെവിടെയെങ്കിലും സമാന രീതിയിൽ മോഷണം നടത്തിയിരുന്നോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കൈക്കൂലി വാങ്ങുന്നതിനിടെ മണിമല വെള്ളാവൂർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അജിത്താണ് പരാതിക്കാരനിൽ നിന്നും 5,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. കേസിൽ വില്ലേജ് ഓഫീസർ ജിജൂസ് കറിയെ 2ാം പ്രതിയായി ചേർത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് അജിത്തിനെ വില്ലേജ് ഓഫീസിൽ നിന്നും വിജിലൻസ് സംഘം പിടിച്ചത്. സ്ഥലം പോക്കുവരവ് ചെയ്യുന്നതിനായി സ്ഥലം ഉടമയിൽ നിന്നും 5,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. കൊല്ലാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്നാണ് മലമേൽക്കാവ് സ്വദേശി റെജിമോൻ ആത്മഹത്യ ചെയ്തതെന്ന ആരോപണവുമായി കുടുംബം. ബാങ്ക് അധികൃതരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് കൊല്ലാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലാട് ബാങ്കിൽ നിന്നും വായ്പയെടുത്തവരുടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് കോട്ടയം മെട്രോ ലോഡ്ജിൽ നിന്നും മലമേൽക്കാവ് സ്വദേശി റെജിമോന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്നാണ് റെജിമോൻ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സാവകാശം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെജിമോൻ നിരവധി തവണ ബാങ്കിനെ സമീപിച്ചിരുന്നതായി പിതാവ് എബ്രഹാം പറഞ്ഞു. ബാങ്ക് അധികൃതരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലാട് ബാങ്കിൽ നിന്നും വായ്പയെടുത്തവരുടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. 3 സെന്റിൽ താഴെയുള്ളവരുടെ കിടപ്പാടം ജപ്തി ചെയ്യില്ലെന്ന മുഖ്യമന്ത്രിയുടെയും സഹകരണ മന്ത്രിയുടെയും ഉറപ്പ് കൊല്ലാട് ബാങ്ക് അധികൃതർ കാറ്റിൽ പറത്തിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. ഇവിടെ എല്ലാ ആളുകളെയും ഒരുപോലെ കാണണം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അവിടെയാണ് ഈ 42 ആളുകൾക്കും ജപ്തി നടപടിയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. ആളുകളെ ഇറക്കി വിട്ടിട്ട് എന്ത് ചെയ്യാനാണ്? ആത്മഹത്യകളിൽ ക്ഷണിച്ചു വരുത്താൻ പറ്റുമോ? അങ്ങനെ വന്നാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകും? കൊല്ലാട് മണ്ഡലം പ്രസിഡന്റ് JNB മഠം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ജോൺ, അഡ്വക്കേറ്റ് ജോണി ജോസഫ്, ഷീബ പുന്നൻ, TT ബിജു, ജോൺ ചാണ്ടി, മിനി ഇട്ടിക്കുഞ്ഞ് തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അമിത പലിശ ഈടാക്കി പണം കൊടുക്കുന്നെന്ന പരാതിയിൽ പാറത്തോട് സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാറത്തോട് സ്വദേശി മാത്യു, മകൻ ജോമോൻ എന്നിവരെയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 6 ലക്ഷത്തിലധികം രൂപയും നിരവധി വാഹനങ്ങളുടെ RC ബുക്കും കണ്ടെത്തി.
അമിത പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നു എന്ന പരാതിയിൽ കാഞ്ഞിരപ്പള്ളിയിൽ അച്ഛനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പാറത്തോട് പുൽക്കുന്ന് നടയിൽ മാത്യു, മകൻ ജോമോൻ എന്നിവരെയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KG ശ്യാംകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം പിടിച്ചെടുത്തിട്ടുണ്ട്. 6.23 ലക്ഷം രൂപയാണ് കണ്ടെടുത്തത്. ഇതോടൊപ്പം നിരവധി വാഹനങ്ങളുടെ RC ബുക്കുകളും മറ്റ് ഒട്ടേറെ രേഖകളും പോലീസ് കണ്ടെടുത്തു. ഇരുവർക്കുമെതിരെ മണി ലെൻഡിംഗ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളായ മാത്യുവിനെയും മകൻ ജോമോനെയും പിന്നീട് കോടതിയിൽ ഹാജരാക്കി. SHO ശ്യാംകുമാറിന്റെ നേതൃത്വത്തിൽ SI സുനേഖ്, CPOമാരായ വിമൽ, ശ്രീരാജ്, അരുൺ എന്നിവരാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ക്യാൻസർ ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയ സ്വകാര്യ ബസ് ഡ്രൈവറുടെ കുടുംബത്തെ സഹായിക്കാൻ ബസ് ഉടമകളും ജീവനക്കാരും യാത്രക്കാരും ഒരുമിച്ചു. പാറത്തോട് ഇടക്കുന്നം കൊടിച്ചിറ വീട്ടിൽ രതീഷിന്റെ കുടുംബത്തെ സഹായിക്കാനാണ് ബസ് ഉടമകളും ജീവനക്കാരും ചേർന്ന് ധനസമാഹരണം നടത്തിയത്. വിധിയുടെ വിളയാട്ടത്തിൽ തകർന്ന ഒരു കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ ഒരു കൂട്ടം സുമനസുകളുടെ ശ്രമം. പൊൻകുന്നം മണ്ണടിശാല റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ആന്റണീസ് ബസ്സിലെ ഡ്രൈവറായിരുന്നു രതീഷ്. ക്യാൻസർ രോഗം ബാധിച്ചാണ് രതീഷ് മരണത്തിന് കീഴടങ്ങിയത്. രതീഷിന്റെ കുടുംബത്തെ സഹായിക്കാനാണ് എരുമേലി, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം റൂട്ടിൽ സർവീസ് നടത്തുന്ന 20ലേറെ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരും ഉടമകളും ഒന്നിച്ചത്. തിങ്കളാഴ്ച ഈ ബസ്സുകളിലെ മുഴുവൻ കളക്ഷനുകളും ജീവനക്കാരുടെ ശമ്പളവും രതീഷിന്റെ കുടുംബസഹായ നിധിയിലേക്ക് നൽകുകയായിരുന്നു. ഇതുകൂടാതെ ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരിൽ നിന്നും മറ്റു ബസ്സുകളിലെ യാത്രക്കാരിൽ നിന്നും ബക്കറ്റ് പിരിവിലൂടെ പണം സമാഹരിച്ചു. രതീഷിന്റെ അമ്മയും സഹോദരനും ക്യാൻസർ രോഗം ബാധിച്ച് നേരത്തെ മരിച്ചിരുന്നു. രതീഷിന്റെ 3 കുട്ടികളിൽ ഒരാൾ ക്യാൻസർ ബാധിച്ച് മരിച്ചു. രണ്ടാമത്തെ മകൾ അപ്പൻഡിക്സ് പിടിപെട്ട് ഓപ്പറേഷന് വിധേയമായിരിക്കുകയാണ്. ഇളയ മകൾക്ക് കരൾ രോഗം ബാധിച്ചതിനെ തുടർന്ന് മാതാവിന്റെ കരൾ മാറ്റിവെച്ച് ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മുൻ MLA തോമസ് കല്ലമ്പള്ളിയുടെ 23ാം ചരമവാർഷികവും മികച്ച തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണവും ഈ മാസം 28-ന് ആനക്കല്ലിൽ നടക്കും. വൈകുന്നേരം 4 മണിക്ക് ആനക്കല്ല് സെന്റ് ആന്റണീസ് ദേവാലയ പാരിഷ് ഹാളിലാണ് പരിപാടി. കല്ലമ്പള്ളി ജോജി വാളിപ്ലാക്കലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ മാർ മാത്യു അറക്കൽ, PJ ജോസഫ് MLA, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ ജോജി വാളിപ്ലാക്കൽ, രക്ഷാധികാരി ത്രേസിക്കുട്ടി കല്ലമ്പള്ളി, വൈസ് ചെയർമാൻ ബിജു ശൗര്യാങ്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളിയുടെ മുൻ രൂപതാധ്യക്ഷൻ മാർ മാത്യു അറക്കപ്പിതാവ് 28-ാം തീയതി 4 മണിക്ക്, വെള്ളിയാഴ്ച 4 മണിക്ക് ആനക്കല്ല് അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ പ്രാർത്ഥനകൾ നടത്തിയ ശേഷം പാരിഷ് ഹാളിൽ നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിലെ മുൻ മന്ത്രി ശ്രീ PJ ജോസഫ് കല്ലമ്പള്ളിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ആ തദവസരത്തിൽ ജനപ്രതിനിധികളായ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ N ജയരാജ്, അതോടൊപ്പം തന്നെ MPമാരായ ആൻറ്റോ ആൻ്റണി, ഫ്രാൻസിസ് ജോർജ്, MLAമാരായ സെബാസ്റ്റ്യൻ കുളത്തിങ്ങിന്, മോൻസ് ജോസഫ് ഉൾപ്പെടെയും 980 മുതൽ 87 വരെയും കേരള നിയമസഭയിൽ കല്ലമ്പള്ളിയോടൊപ്പം MLAമാരായിരുന്ന PM മാത്യു, ജോണി നെല്ലൂര്, മാത്യു സ്റ്റീഫന്, KJ തോമസ്, സഹപ്രവർത്തകൻ KJ തോമസ് ഉൾപ്പെടെ നിരവധി MLAമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. രാമപുരം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി TR രജിത വിജയിച്ചു. 235 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം. 581 വോട്ടാണ് TR രജിതയ്ക്ക് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി KR അശ്വതിക്കാണ് 2ാം സ്ഥാനം. 346 വോട്ട് ഇവർക്ക് ലഭിച്ചു. ഇടതു പിന്തുണയുള്ള സ്വതന്ത്ര മോളി ജോഷി 335 വോട്ട് നേടി. വിജയത്തിന് ശേഷം പ്രവർത്തകർ പ്രകടനം നടത്തി. P. ജയചന്ദ്രന് സംഗീതാർച്ചനയുമായി അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ ജയഭാവഗീതം. PG ഇംഗ്ലീഷ് വിഭാഗമാണ് പരിപാടി നടത്തിയത്. അന്തരിച്ച ഭാവഗായകൻ P. ജയചന്ദ്രന് സംഗീത അർച്ചനയുമായി അരുവിത്തറ സെന്റ് ജോർജ് കോളേജിൽ ജയഭാവഗീതം സംഘടിപ്പിച്ചു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇംഗ്ലീഷ് വിഭാഗമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ CB ജോസഫ് അധ്യക്ഷത വഹിച്ചു. കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ എന്നിവർ ജയചന്ദ്രന്റെ വരികൾ ആലപിച്ചത് ശ്രദ്ധേയമായി. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ എടുത്തരുതേ.
കിനാവുകൾ കെടുത്തരുതേ. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകന്മാരായ ഡോക്ടർ നിനിമോൾ സെബാസ്റ്റ്യൻ, തേജിമോൾ ജോർജ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ജയചന്ദ്രൻ പാടിയ വിവിധ ഭാവഗാനങ്ങൾ വിദ്യാർത്ഥികൾ നൃത്തരംഗങ്ങളുടെ അകമ്പടിയിൽ തനിമ ചോരാതെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ജയഭാവഗീതങ്ങൾ പൂർത്തിയാക്കിയത്. രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ, പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോൽ നെറ്റിലമരുന്നോ, മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്: വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വാഴൂർ ICDS പ്രൊജക്ട് പരിധിയിലെ 146 അംഗനവാടികളിലേക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. മാർച്ച് 7-ന് ഉച്ചയ്ക്ക് 12:30 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. ഇമെയിൽ vaazur2020@gmail.com. മണിമല മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോസമൃദ്ധി NLM കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയിൽ ജനറൽ പട്ടികജാതി വിഭാഗം ക്ഷീരകർഷകരുടെ പശുക്കൾക്കും എരുമകൾക്കും 1 വർഷം 3 വർഷം കാലയളവിൽ ഇൻഷുറൻസ് ലഭ്യമാണ്. കർഷകർക്ക് ആക്സിഡന്റ് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. പൊന്തൻപുഴ വെറ്ററിനറി ഡിസ്പെൻസറിയിൽ ബന്ധപ്പെടുക. ഫോൺ 04828293004. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേതന വർധന അടക്കം ആവശ്യപ്പെട്ട് ആശാവർക്കർമാരുടെ പ്രതിഷേധം. കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ പിച്ചതണ്ടി സമരം. ശുചിത്വത്തിനും മാലിന്യ പരിപാലനത്തിനും പ്രാധാന്യം നൽകി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുകുഴി അവതരിപ്പിച്ച് 57 കോടി രൂപയുടെ ബജറ്റ്. ഭവന നിർമ്മാണത്തിനും മുൻഗണന. ബസ് യാത്രക്കാരുടെ പണം കവരുന്ന തമിഴ് മോഷണ സംഘം കാഞ്ഞിരപ്പള്ളിയിൽ പിടിയിൽ. പിടിയിലായത് സേലം സ്വദേശികളായ 2 സ്ത്രീകൾ. കൈക്കൂലി. മണിമല വെള്ളാവൂർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. 5000 രൂപയുമായി പിടിയിലായത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അജിത്ത്. പണം ആവശ്യപ്പെട്ടത് സ്ഥലം പോക്കുവരവ് ചെയ്യുന്നതിനായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.